കൊച്ചു കുഞ്ഞുങ്ങളെ എപ്പോഴും വിളിക്കുന്നത് മഹാത്മാക്കൾ എന്നാണ്. അവർ നിഷ്കളങ്കരാണ്, അവർക്കൊന്നും അറിഞ്ഞുകൂടാ, അവരാർക്കും വേണമെന്ന് വെച്ച് ദുഃഖം കൊടുക്കില്ല. കൊച്ചുകുട്ടികൾ ഒരിക്കലും വേണമെന്ന് വെച്ച് ആരും ഉപദ്രവിക്കില്ല. പക്ഷേ മുതിർന്നവരങ്ങനെയല്ല, അവർ കുറേ ജീവിതം കണ്ടവരാണ്, അനുഭവസ്ഥരാണ്. അപ്പം എന്ത് സംഭവിക്കാം? അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഒരു മുൻവിധി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജീവിത തത്വം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, ആരും എപ്പോൾ വേണമെങ്കിലും മാറാം. ഒരാൾ ഒരാഴ്ച മുമ്പേ ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ അവരെ കാണുമ്പോൾ ഇന്നും അവർ ദേഷ്യപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ? അവർ അന്നേ ദേഷ്യപ്പെട്ടതാണ്, ഇനിയും എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. അതിനെ നമ്മളിവിടെ പറയും അറിവില്ലായ്മ, അജ്ഞാനം. ഇന്നും ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ അവരെ പറ്റി മുമ്പേ എന്താണോ വിചാരിച്ചിരുന്നത് അത്രയും പോസിറ്റീവായിട്ടും വിചാരിക്കാം, എല്ലാവരെയും നല്ലതായിട്ടും വിചാരിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും എല്ലാവരെ പറ്റിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലത് വിചാരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന എങ്ങനെ നല്ലതാവും? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന്, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരണം? ഏറ്റവും നല്ല ഭാവന വന്നാലല്ലേ പറ്റൂ. ഞാൻ ഒരാളിനെ മോശമായിട്ട് കണ്ടാൽ അവർ നന്നാവട്ടെ എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? എല്ലാ ദിവസവും നമ്മൾ ലോകത്തിന് വേണ്ടി, നമ്മളിവിടെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ എല്ലാവർക്കും ഇപ്പം നമ്മളുടെ ഒരു തത്വമാണ്, അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഇത് നമ്മളുടെ മാത്രം തത്വമല്ല, ഇത് ശരിക്കും ഒരു സൈക്കോളജിയുമാണ്, പിന്നെ ഇത് ശാസ്ത്രങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സംസാരത്തിൻ്റെ വൈബ്രേഷൻ, ശബ്ദ തരംഗങ്ങൾ, ഇതിപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതില്ലാതാവോ? ഇത് സ്പിരിച്വൽ സയൻസ് ആണ് ഈ പറയുന്നത്. അതായത് ഞാൻ ആത്മീയ കാര്യം പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ എന്ത് സംസാരിച്ചാലും ശരി, ഈ അന്തരീക്ഷം ഉണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിൽ ഈ ശബ്ദ തരംഗങ്ങൾ റെക്കോർഡായി അതവിടെ കിടക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ ചിലപ്പം ഒരു വീട്ടിൽ ആരെങ്കിലും വഴക്കിട്ടെന്ന് വിചാരിച്ചു, കുറേ നേരം വരെ അവിടുത്തെ വൈബ്രേഷൻ അങ്ങനെയായിരിക്കും. ആ അന്തരീക്ഷം മാറാൻ പിന്നെ കുറേ സമയമെടുക്കും. 2-3 ദിവസം അടുപ്പിച്ച് വഴക്കാണെങ്കിലോ അവിടെയുള്ളൊരു പിണങ്ങിയിരിക്കുകയാണ്, വഴക്കിട്ടിട്ട് പിന്നെ മിണ്ടാതെ പിണങ്ങിയിരിക്കുകയെന്ന് വിചാരിച്ചോ, ഒരാൾ പിന്നെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കില്ല, 2 പേര് തമ്മിൽ പിണങ്ങി, തീർച്ചയായിട്ടും അതിൻ്റെ അന്തരീക്ഷം അവിടെ കാണും, ഉറപ്പാണ്. പിന്നെ ആരെങ്കിലും വന്ന് വളരെ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം അവിടെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് അല്ലെ ഫലിതം പറഞ്ഞ് ചിരിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ തമ്മിൽ പിണക്കം മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും അന്തരീക്ഷം ശരിയാവുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ കാര്യം, പിന്നെ നമ്മുടെ കുടുംബത്തിലെ കാര്യം, പിന്നെ ലോകത്തിൻ്റെ കാര്യം. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ സംസാരിക്കുന്നത് വൈബ്രേഷനാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുത് മനുഷ്യൻ്റെ ചിന്തകളും ഭാവങ്ങളുമാണ്. ഞാൻ എന്ത് ചിന്തിച്ചാലും അതിൻ്റെ വൈബ്രേഷൻ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രവാഹം, ചിന്താ പ്രവാഹം, തോട്ട് വേവ്സ് എന്ന് പറയും. ആൽഫ, ബീറ്റ, പിന്നെ ഗാമ, ഡെൽറ്റ, ഇങ്ങനെ പറഞ്ഞു മനസ്സിൻ്റെ മെൻ്റൽ തോട്ട് വേവ്സ് എന്ന് പറയും, ചിന്തകളുടെ തരംഗങ്ങൾ എന്ന് പറയും. അതിൽ ഒരുപാട് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അത് ആൽഫ വേവ്സ് ആവുന്നത്. പക്ഷെ വളരെ കുറച്ച് ചിന്തിക്കുമ്പോൾ അത് ഡെൽറ്റ വേവ്സ് ആവും. വളരെ മനഃശക്തിയുള്ളവർ കുറച്ചേ ചിന്തിക്കൂ, കൂടുതൽ കർമ്മം ചെയ്യും. ചില ആൾക്കാർ പറയില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല, ഞാൻ അത്ര ബിസിയാണ്, കാര്യങ്ങൾ ചെയ്ത് തീർക്കാനേ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഒരുപാട് കർമ്മങ്ങളിൽ ബിസി ആയിരിക്കുന്നവർ കൂടുതൽ ചിന്തിക്കില്ല. കർമ്മം ചെയ്യാനില്ല എന്ന് കാണുമ്പം അപ്പോഴാണ് നമ്മൾ ഓവറായിട്ട് ഇന്നത്തെ ഒരു വലിയൊരു കുഴപ്പമാണ് ഓവർ തിങ്കിങ്. ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടും. അവരങ്ങനെ പറഞ്ഞത് എന്നെപ്പറ്റി ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കൂട്ടും. അത് ഓവർ തിങ്കിങ്, അത് നമ്മളുടെ മനസ്സിൻ്റെ ദൗർബല്യമാണ്. പക്ഷേ ചിന്തകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നാണ് ഈ വിദ്യാലയം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എൻ്റെ ഇമോഷണൽ മാനേജ്മെൻറ്റ് എങ്ങനെ. എനിക്കെപ്പോഴും ശാന്തമായിട്ടിരുന്നാൽ എന്താണ്, എനിക്കെപ്പോഴും സമാധാനമായിട്ടിരുന്നാൽ എന്താണ്,
എൻ്റെ മനസ്സിൻ്റെ സുഖം, ആ സുഖത്തിനെ എനിക്ക് അനശ്വരമാക്കി മാറ്റിക്കൂടെ? ഞാനല്ലേ അത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കലയാണ് ഇവിടെ പഠിക്കുന്നത്. അതാണ് വേണ്ടത്. എൻ്റെ മനസ്സിന് എങ്ങനെ ചിന്തകൾ വരണം എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ശരി, അവരങ്ങനെ പറഞ്ഞത് എന്ത് തന്നെ പറഞ്ഞാലും എനിക്കതിനെ നല്ലതാക്കി മാറ്റാം. പണ്ട് നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്, ഒരാൾ ആഗ്നേയാസ്ത്രം തൊടുത്തു വിടും. അസ്ത്രം അഗ്നി. അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യും? വരുണാസ്ത്രം, വെള്ളം. അപ്പോൾ അഗ്നിയെ കെടുത്തണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം ഒഴിച്ചാലേ കെടുത്താൻ പറ്റൂ. ഇവിടെ നമ്മൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്നേയാസ്ത്രം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരിക്കും, തീ ആളിക്കത്തും. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആരെന്തൊക്കെ പറഞ്ഞാലും അതിനെല്ലാം തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മനഃശക്തി കൊണ്ടും എൻ്റെ സമീപനം കൊണ്ടും മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റണം എന്നുള്ളതാണ്. എങ്കിൽ എനിക്ക് ജീവിതം സുഖമായിട്ട് ജീവിക്കാം. അല്ലാതെ സുഖം, ഇപ്പോൾ ഒരാൾ ഒരു വലിയ കാറ് വാങ്ങിച്ചു, ഒരു വലിയ വീട് പണിതു, ആ വീട്ടിൽ നല്ല മുറി ഉണ്ടാക്കി, നല്ലൊരു മുറി, AC എല്ലാം ഇട്ടിട്ട് ഞാൻ ഇരിക്കുകയാണ് സുഖമായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് അതിലാണ് സുഖം. എന്നിട്ട് മുന്നിൽ കുറേ വെറൈറ്റി ആഹാരവും കൊണ്ടുവച്ചു. അങ്ങനെ ഞാൻ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു ഭയങ്കര ദുഃഖവാർത്ത. നമ്മളിപ്പം ദുരന്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ല, അത് കേട്ടിട്ട് നമ്മുടെ മനസ്സിന് എന്തായാലും സമാധാനപ്പെട്ടിരിക്കാൻ പറ്റില്ല, അല്ലേ? അവർ അതിഭയങ്കരമായ ആ വ്യക്തിയെ സംബന്ധിച്ച ഒരു ദുഃഖവാർത്ത അവർ കേൾക്കുകയാണ്. പിന്നെ AC ഉള്ളിലിരുന്നാലും അവർ വിയർക്കും. കാറിൻ്റെ അകത്തിരുന്നാലും നമ്മുടെ സ്വന്തം റൂമിനകത്തിരുന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് ഒന്നും, അവർക്ക് ആഹാരത്തിന് രുചി ഉണ്ടാവില്ല, ആഹാരം കഴിക്കാൻ പോലും തോന്നില്ല. അപ്പം ഇതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഭൗതിക സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സുഖം തരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം വീടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയോ ഇതൊന്നും അല്ല നമുക്ക് സുഖം തരുന്നത്. പിന്നെ ആരാണ് സുഖം തരുന്നത്? ഞാൻ തന്നെ വേണം എനിക്ക് സുഖം കൊടുക്കാൻ. ഇതിൻ്റെ ഒന്നും ആധാരമൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ഞാൻ സുഖസ്വരൂപമാണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആത്മീയത എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ആത്മാവിനകത്ത് തന്നെ, എൻ്റെ മനസ്സിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. എവിടെയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണത്, എവിടെയൊക്കെയോ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറക്കണം. അതുകൊണ്ട് രാജയോഗം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ തുറന്ന് നമ്മൾ എവിടെയൊക്കെയോ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, എവിടെയൊക്കെയോ അതിനെ അടച്ച് പൂട്ടി വെച്ചിരിക്കുന്നു, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെല്ലാം ഓപ്പൺ ചെയ്യാനുള്ള ചാവിയാണ് ഏത്? ഈ മെഡിറ്റേഷൻ. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലേ? ഞാനും എല്ലാവരും വരുന്നവരൊന്നും സംസാരിക്കുന്നല്ലോ ഇൻട്രഡക്ഷൻ എന്നുവെച്ചാൽ ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത് ഇതാണ്. അത്രേ ഉള്ളൂ. ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത് ഇതാണ്. ബ്രഹ്മകുമാരീസിൻ്റെ പാഠ്യപദ്ധതി അതാണ്. ആദ്യത്തെ ഒരു 7 ദിവസത്തെ ക്ലാസ്, അതിലൂടെ എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ മെഡിറ്റേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ ദിവസേന നമുക്ക് കുറച്ച് നേരം ഫോളോ ചെയ്യാനുള്ളതാണ്. എല്ലാ ദിവസവും ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും വെള്ളമൊക്കെ കുടിക്കാൻ പറയല്ലേ ഡോക്ടർമാർ? 3 ലിറ്റർ വെള്ളം കുടിക്കണം, 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയല്ലേ? എല്ലാ ദിവസവും ശരീരത്തിനെ ശ്രദ്ധിക്കുന്നത് പോലെ മനസ്സിനും കൂടെ കുറച്ച് ശ്രദ്ധിക്കാം. എങ്കിൽ ആ മനസ്സിനെ നമുക്ക് എന്താക്കി മാറ്റാം? നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാക്കി മാറ്റാം. പിന്നെ മനസ്സ് എവിടെ അലയില്ല, പിന്നെ മനസ്സ് നെഗറ്റീവ് ചിന്തിക്കില്ല, പിന്നെ മനസ്സ് വേസ്റ്റ് ചിന്തിക്കില്ല. ഞാൻ എൻ്റെ മനസ്സിനെ എൻ്റെ പോക്കറ്റിലാക്കണം, എൻ്റെ കയ്യിലാക്കണം. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും എല്ലാ ടൈപ്പിൽ പെട്ടവരുണ്ട്. ചെറിയ കുട്ടികൾ തൊട്ട്, നിങ്ങൾക്കിവിടെ കുട്ടികളെയും കാണാം, ചെറുപ്പക്കാർ തൊട്ട് പിന്നെ വയസ്സായവർ എല്ലാവരും ഉണ്ട് ഇവിടെ പഠിക്കാൻ. ഇവിടെ എല്ലാ ദിവസവും പഠിത്തമുണ്ട്, എല്ലാ ദിവസവും സത്സംഗമുണ്ട്. രാവിലെ 7 മുതൽ 8 വരെ എല്ലാ ദിവസവും ഇവിടെ സത്സംഗമുണ്ട്. എപ്പോഴും ഇവിടെ ക്ലാസ്സുകൾ, കോഴ്സുകൾ. ഇപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇവിടെ വരുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കാര്യം എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ. ഇവിടെ നോളജ്, സ്പിരിച്വൽ നോളജ് ചർച്ച ചെയ്യപ്പെടും. മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് പറഞ്ഞു കൊടുക്കും. അതല്ലാതെ വേറൊരു ഇതുമില്ല. വേറെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നില്ല. ബിസിനസ് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. അവരിവിടെ വന്നിരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതൊന്നും ഇവിടെ അലൗഡ് അല്ല, അതൊന്നും വേണ്ട.
ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച്. അങ്ങനെ എനിക്ക് എന്നെ ശക്തമാക്കാൻ എന്ത് ചെയ്യണം, എന്നെ ശാന്തമാക്കാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ടീച്ചർമാരല്ല, പിന്നെ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി എന്ന വെച്ചാൽ അർത്ഥം എന്താണ്? വിദ്യ ആഗ്രഹിക്കുന്ന ആളാണ്. അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം ആർജിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അർജുനന് ജ്ഞാനം ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ ജ്ഞാനം ആർജിക്കാനുള്ള എന്ത് ചെയ്യാം, നമുക്കൊരു പരിശ്രമം വേണമെങ്കിൽ ചെയ്യാം. ബ്രഹ്മകുമാരീസ് ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പകൽ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വന്ന് കേൾക്കാം, ഞങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളോട് സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആദ്യത്തെ ഒരു 7 ദിവസത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ 7 തൊട്ട് 8 വരെ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ സ്ഥലത്തും ഒന്നല്ലെങ്കിൽ 6 തൊട്ട് 7 വരെ അല്ലെങ്കിൽ 7 തൊട്ട് 8 വരെ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളെ ഈ നോളജ് നമ്മൾ കേൾക്കണം എന്നാണ് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു, എത്ര ന്യൂസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ അല്ലേ നമ്മുടെ ഫോണിൽ തന്നെ, നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു. പക്ഷെ അതൊന്നും പോസിറ്റീവ് ആകണമെന്നില്ല. പക്ഷെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ പോസിറ്റീവായിരിക്കും. ഏറ്റവും വലിയ ധാർമ്മികമായ ആത്മീയമായ ഏറ്റവും വളരെ ക്വാളിറ്റിയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാ ദിവസവും കേൾക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിവിടെ നടക്കും. പിന്നെ ഈ വിദ്യാലയം ആരംഭിച്ചത് 1936 ഇദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ ഫാദർ. അദ്ദേഹത്തിനെ വിളിക്കുന്നത്, അദ്ദേഹം പണ്ടൊരു ബിസിനസ്സുകാരനായിരുന്നു. പിന്നെ ഈ നോളജ് കിട്ടിയതിന് ശേഷം, ഇതിൻ്റെ കുറേ വിഷനെല്ലാം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് പ്രജാപിത ബ്രഹ്മ എന്ന് പേര് ഇട്ടു. അവ്യക്ത നാമകരണം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് അതായത് ബ്രഹ്മ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ അന്ന് തുടങ്ങിയ ഈ ഓർഗനൈസേഷൻ ആത്മീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലുണ്ട്. അത് അമേരിക്ക ആവട്ടെ, ആഫ്രിക്ക ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ചേർന്ന് ഏകദേശം 10,000-ലധികം ഇതിൻ്റെ കേന്ദ്രങ്ങളും ഉണ്ട്. കൊച്ചു കൊച്ചു കേന്ദ്രങ്ങൾ ഒരുപാട്. തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 25 കേന്ദ്രങ്ങളുണ്ട് നമുക്ക്. അതുപോലെ പിന്നെ 25 ലക്ഷം ഫാമിലി ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ രാജയോഗം എന്ന് പറഞ്ഞാൽ വെറും മെഡിറ്റേഷൻ മാത്രമല്ല, ഭാരതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രാചീനമായ ആ ഉയർന്ന സംസ്കാരം, ആ സംസ്കാരം നമ്മളിവിടെ ഫോളോ ചെയ്യുകയാണ്. എന്താണ് ഉയർന്ന സംസ്കാരം? എന്തായിരിക്കും? പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അഹിംസ, അതുപോലെ പരിശുദ്ധ മനസ്സിൻ്റെ ശുദ്ധത, ഹൃദയത്തിൻ്റെ ശുദ്ധത, പിന്നെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം, അല്ലേ, സത്യസന്ധത, അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ടല്ലോ. ഐക്യരാഷ്ട്ര സംഘടന തന്നെ യുനെസ്കോ, ചിൽഡ്രൻസ്, യുനിസെഫ് 12 വാല്യൂസ് പറയുന്നുണ്ട് കുട്ടികൾക്ക്. അത് കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെല്ലാം ഈശ്വരൻ്റെ കുട്ടികളാണ്. നമുക്കെല്ലാവർക്കും ആ മൂല്യം കൊണ്ടുവരാം. അങ്ങനെ മൂല്യാധിഷ്ഠിത ജീവിതം. അപ്പോൾ നമ്മൾ പറയും 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ. എന്താണ് ആ മെഡിറ്റേഷൻ? അതിലൂടെ മനസ്സ് ശക്തിപ്പെട്ട് നല്ല ശക്തമായ ശാന്തമായ ജീവിതം നയിക്കുക. അങ്ങനെ ഒരു ജീവിത ശൈലിയാണിത്. അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നതും സ്വയം പഠിക്കുന്നതും. നമ്മളെല്ലാവരും ഇവിടുത്തെ സ്റ്റുഡൻറ്റ്, നമ്മളാരും ഇവിടെ ഗുരുവോ ടീച്ചറോ ഒന്നുമല്ല. നമ്മളെല്ലാം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. പിന്നെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ കുറച്ച് പേര് വേണമല്ലോ. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഹെഡുകളുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ രീതി പിന്നെ ഇവിടുത്തെ അതായത് സൗത്ത് കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി ഈ 3 സ്റ്റേറ്റിൻ്റെയും ചാർജാണ്, ഹെഡാണ്. എന്നെപ്പോലെ 700ഓളം ഡെഡിക്കേറ്റഡ് മെമ്പേഴ്സ് ഈ ബെഞ്ചിയുടെ അണ്ടറിലുണ്ട്. അതുപോലെ 500ഓളം കേന്ദ്രങ്ങളും ഉണ്ട് നമ്മുടെ ഈ തമിഴ്നാട്, കേരള, പോണ്ടിച്ചേരിയിലായിട്ട് അത്രയും കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ബെഞ്ചിയാണ് നമുക്ക് രക്ഷാബന്ധം കെട്ട. അപ്പം നമ്മൾ പറയുമല്ലോ, നമുക്ക് ഏറ്റവും മുതിർന്ന ഒരാൾ വന്ന് കെട്ടിത്തരണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഈ രക്ഷാബന്ധം കെട്ടിത്തരുമ്പം തീർച്ചയായിട്ടും ആ ഒരു ഇനി അതൊക്കെ കുറേ കാര്യങ്ങൾ സിസ്റ്റർ സംസാരിക്കുമല്ലോ, ഞാൻ ഒന്നും പറയുന്നില്ല. കെട്ടിത്തരുന്ന ആൾ നമുക്ക് നല്ല ഒരു പവർ എന്തായാലും, അവരിത്രയും നാൾ മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ ഒരു പവർ എന്തായാലും അതിലൂടെ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല ആരെയും. ഇപ്പോൾ കാല് തൊട്ട് നമസ്കരിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല.
പക്ഷേ അവരുടെ കണ്ണുകളിലൂടെ, കണ്ണാണ് പിന്നെ ഇവിടെയാണ് ശരിക്കും ആത്മശക്തി ഇരിക്കുന്നത്, ഇതിലൂടെ. അങ്ങനെ കണ്ണിലൂടെ, 2 കണ്ണുകളിലൂടെ ഈ പുരിക മധ്യത്തിലുള്ള ആത്മ ചൈതന്യത്തിലൂടെ എന്തായാലും മെഡിറ്റേഷൻ്റെ ഒരു പവർ പ്രവഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് രക്ഷാബന്ധം കെട്ടുമ്പം അങ്ങോട്ട് ആ കണ്ണുകളിലേക്ക് നോക്കാം, അതേ ചെയ്യാനുള്ളൂ. അല്ലാതെ കാല് തൊട്ട് നമസ്കരിക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായാലും കയ്യിൽ കെട്ടുമ്പോൾ ഒരു ടച്ച് ഉണ്ടാവും, അല്ലേ? അത് കിട്ടും. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിക്കും പവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പവർ കൊടുക്കുന്നതിനെ തന്നെയാണ്, ആ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തന്നെയാണ് രക്ഷാബന്ധനം കെട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സ്പിരിച്വൽ പവർ, പിന്നെ പവർ ഓഫ് ലവ്, ഒരു ആത്മീയ സ്നേഹം. നമുക്ക് ലാഭേച്ഛയില്ല, ഒന്നും വേണ്ട, നിങ്ങളൊരു ദക്ഷിണയൊന്നും ഇവിടെ വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു നമ്മുടെ ദുശീലം, ഏതെങ്കിലും ഒരു ദൗർബല്യം, ഏതെങ്കിലും ഒരു ദുർഗുണം, അത് ഞാൻ ത്യാഗം ചെയ്യാം, ഇന്ന് ഞാൻ ഉപേക്ഷിക്കാം. ഒന്ന് പക്ഷേ നമ്മുടെ അലസതയായിരിക്കാം, ചിലർ കള്ളം പറയുന്നുണ്ടാവും, അതായിരിക്കാം, അല്ലേ? എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, അതിനെ കളയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഉപേക്ഷിക്കണം. അങ്ങനെ അത് ഉപേക്ഷിക്കാമെന്ന് മനസ്സിൽ ദൃഢസങ്കല്പം എടുക്കണം. ഇതൊരു നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമല്ലേ? ശരി, നമസ്കാരം, നന്ദി, സ്വാഗതം, സുസ്വാഗതം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും വളരെ പിന്നെ ഇവിടെയുള്ളവർ ഈ നാട്ടുകാരാണ്, തിരുവനന്തപുരത്തുകാരാണ്, അല്ലേ? അപ്പോൾ വീട്ടിലെ കുട്ടികളാണെന്ന് പറയും നമ്മൾ, ഇവിടുത്തുകാരാണ്. നിങ്ങൾ ഓരോ സഹോദരങ്ങളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ഹാപ്പി ലിവിങ് അല്ലേ, വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. ഓം ശാന്തി. ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. ഗുഡ് ഈവനിങ്. It's good evening or it's happy good evening. Is it happy evening? Happy evening. So all of us have taken our time to spend with ourselves, to develop our art of happy living. I was just thinking, aren't we happy? Aren't we happy? All of you here, all of us here, are we not happy? Yes or no? Yes. So then, what are we going to develop? What are we going to share? We are living human life, is very precious, and we are living very well. We are spending every second, every moment of life in a very valuable way. So what happens is, we are happy. We are happy most of the time. Can we say I am happy always? No. Why? Any difficulty? Any difficulty? See, happiness is my inner treasure. Happiness is not dependent on anyone, anything, achievement of anything is not happiness. Happiness is an inner feeling. We have seen many instances. We need not compare, but this is just an example. There are so many stories we say. They are very simple individuals. Okay. Once there was a person, a very successful businessman, and he was having a very big bungalow, car and everything, and he was successful in all ways. It was his hard work which had brought him success, but still he had some difficulties in life.
that's normal today. That's normal. He had one person who drove him and spent a lot of time with him in his bungalow. He was always like caring for his master very much. So this businessman told that person, I would like to give you a gift because you are doing so much for me and your love and care is very much. So I want to give you some gift. I want to give you a very beautiful car. That person said, I don't need it. I don't want it. Said, why? No, what will I do with a beautiful car? I have nowhere else to go. I come to your bungalow, I drive you wherever you need. I stay with my family nearby and I'm quite happy, I'm quite peaceful. This person was thinking, see, I'm offering such a beautiful car and he is saying no. So he felt also a little bit. You know, when you want to give something as a gift to someone and if the opposite person says no, I don't need it. So for a few seconds we all also feel that why they are refusing. Okay, fine, even if they don't need it, let them take it and keep it somewhere. But a car is not something which you can take it and keep it. You need to use it. That person said, no, it's enough. I don't want anything. Then he offered some other terms. He said, there is no need. I have enough for my needs, for my family. If I have more, then I will have more worries. And then I will lose my happiness. My sleep at night will be disturbed. So I don't want anything, sir. I just need your blessings. Okay, fine. This story finishes here. It's not an example of a car. But each one of us are thankful to God the Almighty for giving us more than what we need. Am I right? Let us just think over. All of us here are very, very blessed by the Almighty. We can say, I have more than what I need. Can I say? Can we all say? Thanks to God, thanks to Almighty. Yes. This is contentment, satisfaction which will give us happiness. Actually, let's imagine all of us may be at home. We may be working in office, we may be running our own business concern, our company, whatever it is. When we wake up early morning, a smiling face counts a lot. Yes? You know, we just wake up, maybe we sit in our bed or we sit in the sofa or we go to the living room. And if we are full of tension, my face is very tensed, then maybe my wife, my children, good morning, they will be hesitant to say good morning also. Because looking at my face, there is a fear in them. Whether I will shout at them, whether I will give, maybe my father is angry, he may shout at me. No, I won't go nearby. Looking at my face, the vibrations go. Right? If I may be a small child, I may be someone, and I have someone juniors than me, younger than me. When they look at my face in the morning, I don't know what happened. See, early morning their face is like this.
So the vibration spread. No one says anything. I don't tell anyone I did not sleep well at night, or I had a headache, or I am not well. I have not shared anything with anyone. Or I have lot of meetings today, I have lot of commitments. I haven't shared anything with anyone, but just my face, the smile on my face, the peace on my face, the happiness index on my face says all about me. Am I right? Am I right? Yes? What do you feel so? Yes? All of you are very experienced citizens of Trivandrum, having lot of responsibilities, individually, socially, professionally. So do you feel what I am sharing is true? Is it right? Yes? Okay. Sometimes we put on an artificial smile. Okay. Now we have to do it because of the role I play. Okay. Now if I am the headmistress of a school, or if I am a chairperson of a company, or if maybe a small business unit, 12 people, 15 people, or maybe my family. Okay. My children are going to school, so they say good morning and go. I am not well, I am not happy, but I want to tell them good morning in a very smiling way. So just for those few seconds, I create that smile on my face. Sometimes we all do it, I think. Yeah? And we are used to it. And that's the need of the hour also. Because maybe when you're meeting someone whom you don't like, when you're meeting someone who has hurt you very much, maybe you're just, you don't want to meet, but we are walking and I just see the person coming from the opposite or nearby me. Oh my God, this person, I don't know how to face. But somehow, since we are in society, we can't run away, we can't run away from the road, we can't change our direction. So, I don't want to, but since we are face to face, I just put a smile on my face and I say, hello, how are you? Yes, just for those few minutes. Do we do that? Yes, I remember doing it in my school and college days. Yes, yeah. Friends, let's be happy always. Okay. Today there are laughter clubs. In Chennai, there are many laughter clubs. Trivandrum also will have. All cities have. Because nowadays people have forgotten to laugh. Yeah. Maybe we watch the TV and if some nice this is going on, sometimes we look at the TV, the movie, and we laugh little bit. Sometimes people don't laugh only. There are some people like that. I don't know what's wrong, but that's not right. So, and laughter club, people spend lakhs of rupees to be a member of that and spend so much time. Happiness is our inner quality. We are always happy. I want to be happy always. If sometimes we have some friends or relatives admitted in hospital and maybe I don't want to go, but then my duty tells me that I should visit them. Maybe for a few seconds, excuse me, or a few minutes, I should visit them. Otherwise, they'll feel bad. See, this person did not come to see me. I was hospitalized, I was suffering so much. So we go. Do we like to go to the hospital?
Do we like to see people suffering? No. I don't want to suffer. I don't want to see anyone suffering. I want to be happy. I want to see everyone happy. Yes, friends, that's the basic things of life. Now, we want this, but we are all facing some difficulties. Some situations, I would like to take you, just share one example with you. See, I am this mic, I am this individual here, okay? And I want to be happy, always, each one of us, okay? Not only here, those who have come here, everyone in life wants to be happy. This is I, the individual. There is an inner circle around me. Okay, there is an inner circle around me, and there is an outer circle around me. Okay, the outer circle is of the situations, the difficulties, the misunderstandings, relationships today are very, very stressful. Whatever is happening in the world outside is the outer circle. I'll just give you one or two examples. Okay, we have in India, in Wayanad, the nature's fury which happened. I don't know if we were personally affected by it or no. Maybe some people had some relatives or friends involved in that. Many people living in Wayanad are still safe. Everyone was not hurt by that. It was only one portion of the district that everything happened. But rest of the city is still normal only. But naturally we can feel the sufferings, the people anger and all that. But loss has been a great. That cannot be forgotten. That way the same calamities are happening in Jammu Kashmir, in Himachal Pradesh, in Uttaranchal, in Rajasthan, in Bombay. There are heavy monsoons. Beyond something which is happening after 50 years, 40 years. This is what the records are showing. So these are all natural calamities. I don't know how hot the summer was here, but in Chennai we had very hot and humid summer. But this year we had a lot of monsoons in the month of May, so somehow it was balanced. I don't know how the northeast monsoons, when we face from October to December, it's totally full of Tamil Nadu, Kerala. I don't know what's going to happen. This is also a question in everyone's mind. When during southwest monsoons, so many states of India are affected, it's nature's fury. What will happen in the monsoons towards the end of the year? It's just a comparison. That's the outer world. Friends, that's the outer world. Whatever is happening in Bangladesh, whatever is happening in America, whatever is happening in Russia, Ukraine, in the Middle East, Pakistan, and we can remember each part of the world. The forest fires ranging in Australia, South America, it's all a part of nature's fury. The earthquake which has happened in Japan, a fear within. I just saw the image, someone sent it to me by WhatsApp, so I saw it. A 40-floor building just toppling down
like a game of cards. The building just collapsed within 2-3 minutes. That's the result of the earthquake, tsunami happening in Japan. That's all external. That is affecting all of us because it is affecting us economically. Politically also many things are happening. In some way it is affecting us. One fine day the rate of petrol diesel increases. After 2 months it decreases. I don't know what happens with the gas cylinders. This is all normal life. Okay? This is the outer world. It has an influence on our level of happiness because it is affecting lifestyle of a human being on a financial level, economical, family part. Everything is involved in it. Day-to-day activities are being affected today. Fine. Sometimes we are able to tackle all that. Sometimes we are not able to. We have to just accept things. We can't do anything, okay? Because we are just normal human beings. So whatever rules are taken by the government, by the law, we abide by the rules, okay? Many wrongs are also happening. We all know about them, but then can't do anything. We just accept them and be quiet, okay? The inner circle which is surrounding me, I need to take care of that. I can do it, okay? Just like to share 1 or 2 examples. Please excuse me. Say we are all sitting here, fine. Suddenly some thought comes to you. I hope I locked this door at home. I don't remember. Usually before leaving the house, I lock this door. But whether today I locked or no, I don't remember. Anyway, now I'll be here for another 1 hour. Then I will reach home. I hope all will be safe. That thought comes to you. Right? Does it disturb you? Does it disturb you? Does it disturb you? Yes. Another thought may be about tomorrow. Okay. Tomorrow is Saturday. Weekend, many people have holidays. But nowadays we can't say because working hours and all that is very special. So tomorrow I have a meeting at this time. I have to submit my reports. I have to meet the seniors. Or tomorrow some guests are coming to your house. Your family, friends or your relatives are visiting you. Or you have to visit some people's house. Or there may be some other commitments like this. Fine, you know about it. You have planned for it. Okay? Whatever remains, you will finish the planning tonight. Tomorrow, whatever time you have to travel, whatever you have to do, everything is fine. But that thought, when it comes to you now, see, tomorrow I have to do this at this time, I have to be like this, I don't know what will happen. Some kind of uncertainty. I hope all goes well. Anything wrong? Anything wrong? No, nothing wrong. Okay? Because you're thinking about tomorrow, which has to happen and which you have to face, so nothing wrong in it. But is that thought at the right time? Is this the right time to think about tomorrow? Is it the right time?
So, right thoughts in the right way, at the right time, at the right place, with the right people. Now, when such thoughts come to you, come to me also. What do? Okay, fine, I'll see later on. We try to, okay, fine, acknowledge, okay, fine, after all this program finishes, I will think about this at night, okay? But somehow your attention is being diverted, right? I am just giving you simple examples, okay? There may be some difficult examples, there may be some serious examples which take away your happiness. Okay, it may be some health issues about yourself or any of your family members. See, today I went for a blood test. I will get the report tomorrow morning. I have to meet with the doctor. I hope it's not major. I hope everything will be solved by medicines. God, all will be well. Such thoughts, it may be about your commitments for your personal life, for your family life. We are a social animal. Man is a social being having lot of responsibilities. When such thoughts come, they disturb you very much. And even if you keep quiet, okay, fine, I'll see tomorrow. But then again, after a few minutes, the same thought keeps coming. It happens sometimes, not always, but it happens sometimes. Yes, what do you feel, sisters, brothers? What do you feel? Does it happen? This robs us of our happiness. This is my inner circle. Okay? Our memories. Good memories are very good. But not good so memories, not so good memories hurt you. Hurt you emotionally, mentally, intellectually, rob you of your happiness. Now we have, how can I forget everything? No, there is no need to forget everything. In fact, no one should forget anything. Till the time we are living, we all should have good memories. That should be our prayer to God. But good memories should continue with me. Unwanted memories have to be deleted. The memories bring unwanted thoughts to you. We are emotionally hurt, mentally disturbed. Intellectually, we are not able to focus on anything. Does it happen at times? Yeah. What we say is usually, I'll just give you a silly example. Okay. So, since morning, I was so fresh. I had good sleep at night. And everything was going on well. I came to office. I met so many people. Took so many decisions. All was well. Suddenly at this time, I got a phone call. And I'm so disturbed. My mood is off. I can't focus on anything. Why these people should call me and tell me all this? Does it happen? Does it happen? Who is to be blamed? Who is to be blamed? The person who called me. The news which came to me on the phone is what is disturbing me. Correct? Correct? So am I so fragile?
Am I so fragile? Is my mindset, my intellectual maturity, my emotional stability so fragile that someone told me something and I am disturbed? No, 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 no. We are all successful people in society. We should not be disturbed by any information which comes to us. We have to listen to good things, bad things, unwanted things, especially the small mobile, my pet friend which I have. I cannot live without it. 5 minutes you miss your mobile. Oh, where did I leave my mobile? There is so much information in it. So many people will call me because we have got addicted to it. Addiction is not to smoking and drinking only. Addiction is to every simple thing. It may be tea, coffee also today. If I don't get tea at this time, I get headache. Right? Am I right? No. Drinking tea is not bad. But if you don't get tea, you start getting headache. No, no, friends, this is not life. This is what is robbing me of my inner treasure of happiness. The practice of meditation gives us, I should say, we are going through a rough terrain in life. Many ups and downs. What I remember of Kerala, not now, now there's a lot of improvement. In the 1980s, when we have branches in Kerala since 1975, and today I should say that we have nearly 75 branches in all districts of Kerala, and in all talukas also we have small branches. But it was few set up since 75, and then rest in the 80s and 90s, the growth and development has happened. And now also many more growth is happening. But my first image of Kerala is the roads are always up and down and left and right. So when you are driving or when you are going in a bus, you cannot sit comfortably. You have to hold on to something. Or if the bus has to turn left and right, you have to take care of yourself. It may be a car also. You can't just, because it's the hilly terrain, because it's the nature's beauty. Okay, Kerala is God's own country, where a lot of reserves have been preserved. That's why we are seeing all this today. But today it's all developed so well. So whatever impressions are created on our mind, when we come to memories, I will just share with you one small example. It's very small, a silly example. But that memory robs me of my happiness today after so many years also. We all went to school many years ago, yes, but we still remember the school, the location, the building, the classrooms, the dress, the uniform, the teachers, the study, because that is the founding of life. After that we have grown a lot. Many more things have come, but I cannot forget the school. Can we all forget? Can we all forget? No. Okay. Now, when many things happened, there were many teachers, many things, many good things,
And I should thank God, and I thank all my educators. They have really helped me develop in life. But there was one teacher in some standard, I remember that also. Okay, one day I made some mistake. It was just one day only. I did not do my homework, or I forgot to bring some things to school which were told. And usually, I don't know the days today, but in olden days, what the teachers would do is call the students who do mistake, don't allow them to enter the classroom, you stand outside. Or even if you come, you stand, keep standing. And then call before everyone, and then humiliate the student. Not hitting, not any violence, but humiliate the student. So that the student realizes and feels and doesn't commit the same mistake again. Their aim is very good, nothing wrong, so that the child learns and becomes very sincere. I am sorry if there are any teachers here. I am just sharing an example, okay? And that incident, in front, the teacher could have called me separately and told me, shouted at me in front of everyone, my friends and everyone. It was so bad. That hurt, that emotional hurt, it's like a thorn in my life. Whenever I remember, even today when I remember, the hurt is still there. Maybe for a second also. Come on, forget it, all this. So many years have passed. Forget all this. Let me remember what I have to do now. I have so many things to do tonight, tomorrow morning. I may divert my attention. Okay? But the few seconds when those memories come, it's an emotional hurt, a mental, intellectual hurt. Am I right? Am I right? Yes? Let's take this incident. Can we rectify our memories? Yes, we can. Okay? All the unwanted memories, let's delete them. Let's forgive the person. Let's forget the incident. It's really an art of forgiving and forgetting. We have to do it, friends. Maybe like this, there may be about 50 incidences, maybe 5, maybe 2, maybe many, which come to my memory again and again and disturb me, rob me of my happiness. That is what we will take care today. Okay? The inner circle, which has memories, thoughts, emotions, feelings, intellect, habits. This is my inner circle. What we have to do is just create the power of positivity within me. It doesn't develop by magic. It is a process. A process which we follow, we will achieve something every day. We will keep on adding value to our own life. We will develop self-respect and
grow ahead in life. The art of forgiving and forgetting, is it easy? Is it easy? Is it easy? Huh? I am just sharing my experience with you. I am not telling you, you also should do like this. But it's very, very important. It's necessary for all of us to do. I have learned this a couple of years ago. It was in one of our meditation retreats a couple of years ago. Actually, we all also have our meditation intensive at our headquarters in Rajasthan every year, at least once in a year, in which we have many more achievements in meditation. So in one of the retreats, we were taken through this process. Just try to remember all the hurts and pains. Remember the person, remember the incident just for a second. And visualize I am with God the Almighty. And I just tell God, okay, I want to forgive this person wholeheartedly, mentally, emotionally. You bring the thought to your mind. Come on, whatever happened, I want to forgive this person. I forgive this person. And I forget everything. Each incident, let it come, but only for a few seconds. But don't do this alone because it will make you very tired. We don't have the spiritual powers today to do it. We need to develop our spirituality so that we can do this very often and we can forget the past. But at the present moment, I draw upon powers from God, the spiritual powerhouse, and sit with God. Okay, forgive the person. And for 2 minutes, give good wishes to that person. Be happy, be successful. Whatever happened, I forget. Let's forget. But you have to do it wholeheartedly. And I have done this exercise a couple of times and I feel very light. Even if I do for 10 or 15 minutes only, I do, not more than that. Because it will tire you. But 10-15 minutes, when even today I have a name, whenever I have time, I feel good. After all the burden relieving, all the memories going out, I feel very light. This is the power of meditation. Positive affirmations in the morning. I will just show you 2-3 ways of increasing our positive power. Early morning, whatever time you wake up, in India we have the culture of offering prayers at home and schools, whatever it is. So, along with that, let us bring some positive affirmations. Some power of meditation. I am a happy being. Happiness is my treasure. Thank God for all what He has given me. I have more than lakhs and thousands of crores of people who don't have anything. Today they are on the roads. I don't know who is where. Many times we have been wondering in all what the incidences which are happening, how many people are leaving their bodies, who is there to take care of them, how many are being injured, where they are, we don't know anything. But we should
thank God we are in a proper place where we have people to take care of me, my friend circle, my family. So thank God. And we will feel, very contented within for all what I have. That will bring happiness. Another way of doing meditation, one is early morning and one is towards the end of the day, very, very important, before we retire for the day. I would say many times I do it, many of us do it. If you can't do anything much, just sit quietly in a chair, close your eyes and sit. There will be many thoughts coming to you, many thoughts. Today what happened, this, many things. After 5 minutes, all will boil down. You will be just silent. Then you start doing prayers, you do meditation, you can listen to some devotional songs, you can read some good books, whatever you want. But the last half an hour of the day, this has been scientifically proven. At our headquarters, we have a spiritual application and research center where we have laboratories, and really it has been tested, and in many hospitals also it has been tested. The last half an hour of your day, however you spend, that leaves a very deep impression on your mind and intellect, on your subconscious mind. When we are sleeping, our conscious mind, mentally, intellectually, physically, I am sleeping. The subconscious mind is working through the night in a very active way. So whatever you feed in your subconscious mind works for 6 hours, 7 hours of sleep at night. So if I give it a good thought, I am a peaceful being, I am happy, I am under the canopy of protection of God, I am a spiritual divine entity, I have lot of powers, I have lot of knowledge, everything is fine in life. Today was a good day, tomorrow is going to be the best day of my life. Whatever that is going to play in your subconscious mind for 6 hours or 7 hours during the time you sleep. Even if you get up at midnight for any reason, that same thought will come to you. If you have slept with a thought, why this person told me like this on the phone? These people, they are always like that. That's why I don't like to speak to this person on the phone. But what to do? The phone call came, so I attended. It was an emergency. You sleep with that thought. Even if you wake up at 2 o'clock at night, the same thought will come to you. You wake up at 6 o'clock in the morning, the same thought will come to you. Because that is what you have fed it inside your subconscious mind. I have seen it happening. Do you feel it happens? Yes, pay attention. Okay, you'll really realize it. No, see, why at 2 o'clock I am remembering this? Why early morning the same thoughts of yesterday? I had such a good rest, good night's sleep. The same, why yesterday whatever is happening I am remembering today? No. Because I put it in my subconscious mind. So if you put good positive thoughts,
That is what will help you. Energize your mind and intellect when I am sleeping. And in this, the power of silence with gathers, that increases my power of positivity, and my habits, memories, influences, negative impacts go on reducing. Today, the families who are coming to Brahma Kumaris, they have benefited. This is the benefit we have experienced. In my studies, it helped me very much. Concentration of mind, memory, recollection. When I was working, my relationship with everyone, concentration on my job, everyone could see I could do much more than what others are doing. My performance was good. Not only mine, there are so many practitioners of meditation. Today there are doctors, judges, businessmen, educationists. We have so many lakhs of families worldwide, in all continents, 137 countries. They are benefiting, so they are continuing the practice of meditation. So, our happiness level is in my hands or someone else's hand. The key to happiness in my life is with me or is it with someone else? Who has the key? Who has the key? Tell us, yes, please reply. Who has the key? It's with me? Yes? Don't give it to anyone. Don't lose it. Keep your key with you. Someone else wants, God will give them another key. You don't share yours. Okay? Because the outer world, actually, today morning we specially had meditation, and yesterday also. Every day, the practitioners of meditation, we spend half an hour minimum spreading vibrations of peace to everyone around the globe. Whoever is suffering, experiencing sorrow, is really upset in life. I don't know where it reaches, but it reaches. Because the outer world is full of negative and more negative. So I have to empower myself on the inner circle so that I, an individual, will be happy, contented, peaceful, loveful, successful in life. When we are not happy, it affects our relationships. When you reach home after, I'm very tired today. When your children come and say, good evening, you want coffee? No, I don't want coffee today. How is our relationship? How is our replies? Because of all the tension which I am carrying, I am not happy. So then what is life for? Today we are running from so many years, from morning to night, to earn, to be happy in life. Don't all of us want a peaceful and happy family life? Is this not the aim we have? Yes or no? Yes. A peaceful and happy family life. That's very important.
Even if I have to give up something, I may have to lose upon something, never mind. But a peaceful and happy family is very, very important today. And one more thing I would like to share. In between, whenever you get time, bring these peaceful thoughts to your mind again. Sometimes, we have time, and especially the mobile in my hand. Even I take my example, when previously mobile was not there, say 25 years ago, 30 years ago, when I am free, what I will do? I will just sit looking here and there, talking to the person next to me, thinking about something, reading something, reading some book. Today, 4 people on the family sit at the dining table. 4 of them have mobiles in their hand, and they are busy, and they are eating together, but they are all separate. This is the world of today. Friends, let's come out. Let's come out of all this and make our life peaceful. In between also, when you have time, just sit, talk to yourself. Thank God for all what you have given me. Such a beautiful family I have. Such a beautiful colleagues in office. I am so happy today. Bring some positive thoughts to you. And the candle of happiness which is ignited within me, take care that the storms of sorrow and suffering, the dark clouds of unhappiness, don't extinguish that candle of happiness. Bring to your memory God the Almighty. He will give us the power to do whatever I want. So I was thinking, it's time up. I don't know. Can we spend 5 minutes in meditation? Yes, would you all like to do meditation? Okay. So just be comfortable. Don't worry. This is no yogasanas or exercises. It's a mental journey. So we will all travel on an inward journey today. Okay. Be comfortable. Sit comfortably. Be straight. Your feet firm on the ground. For today, whatever thoughts come to me when I do meditation, I will share them with you. You need not repeat them, okay? But just take your mind in the same direction. There may be some disturbing thoughts, don't worry about it. That will always be there. But then after few seconds, few minutes, I will come to the line of positive thinking. I will begin with the word Om Shanti, which means I am a peaceful being. And I will finish also with the word Om Shanti. This is the greetings of peace from Brahma Kumaris. Okay? So there's no other meaning attached. Okay? So you'll come to know meditation is over now. Okay? Now you can keep your eyes open, closed, but be alert. Since it's the evening hours, we shouldn't be lethargic. Okay? So let's be alert. There will be some soft music playing.
is just to keep our mind grounded. Okay, mind shouldn't be diverted, so for that it's played. If the music is not there, I cannot do meditation. It is not like that. Okay, and this is not something to be memorized. These are just natural positive thoughts. Okay, and the red light just tells us, let's start on our inward journey. Okay. Om Shanti. As I sit comfortably, let's take a deep breathe in, breathe out. Once again, breathe in, breathe out. Relax all the muscles of your body. Relax. I start thinking of myself as a divine spiritual entity. I am like a self-luminous, star-like entity in the center of my forehead. A divine being of light sitting in the hypothalamus in the brain, physically remembered as the forehead. Looking out through these eyes, speaking through this mouth, performing actions through this body, I am a spiritual being. I am a peaceful soul. I come to the memory. I have intrinsic values within me. I am an embodiment of happiness. Divine love. Knowledge. I am an empowered soul. The vibrations of peace are coming to me from all sides. Just as we keep ice on the hand, we feel the coolness. I can feel my mind is so peaceful. Intellect is so calm. The positive power of peace. I am the child of God the Almighty.
I am getting a shower of blessings from the Almighty. The shower of blessings contains values, love, divine love, energizing the soul. Peace and silence. Happiness. Divine ecstasy. I feel so good. I feel so filled. With the powers from the Almighty. I am a peaceful being of light, a divine star experiencing happiness in my forehead. I can bring such thoughts to my mind again and again. Om Shanti. 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 So friends, I would just like to share, this is a process of positive thinking, positive affirmations, bringing the virtues within me into action. We can experience this more often, can visit our branches for the meditation classes. Wishing you all a very happy, peaceful, successful family life. Thank you for your patient listening. Om Shanti.